പ്രിയ സഹോദരങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവം നമ്മെ കാത്തു പരിപാലിച്ചതിനായി നന്ദി പറയാം. നമ്മുടെ യേശു അപ്പ കൂടെയുള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടണം, ഭാരപ്പെടണം? ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകം 54 അധ്യായം 4 വാക്യം. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. റോമർക്കെഴുതിയ ലേഖനം 10 അധ്യായം 11 വാക്യം. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. സങ്കീർത്തനം 25 അധ്യായം 3 വാക്യം. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളൊക്കെ നമുക്ക് ഉറപ്പ് നൽകിയാണ് യേശുവിൽ ആശ്രയിക്കുന്ന നമ്മൾ ലജ്ജിച്ചു പോകുവാൻ ഇടവരില്ല എന്ന്. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 35 വാക്യം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ഹെവൻ ആൻഡ് എർത്ത് വിൽ പാസ് വേ, ബട്ട് മൈ വേഴ്സ് വിൽ നോട്ട് പാസ് എവേ. കാരണം വാക്ക് മാറിപ്പറയുവാൻ ദൈവം മനുഷ്യനല്ല, ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവമാണ് നമ്മുടെ പിതാവ്. അതുകൊണ്ട് സന്തോഷിക്കൂ, ധൈര്യപ്പെടൂ. ഞാൻ തൊട്ട് അനുഭവിച്ച് രുചിച്ചറിഞ്ഞ ഒരു യേശുവുമായി ഇത്തിരി നേരം ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ചാനലിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരീ സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് കൃപയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചുമായിരുന്നുവല്ലോ. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ഒരു ദൈവ പൈതലിന് നിരാശപ്പെടേണ്ട വരില്ല. അതിന് ആധാരമായ വചനം ഏതാണ്? റോമർക്കെഴുതിയ ലേഖനം 10 അധ്യായം 9 വാക്യം. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. 10 വാക്യം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വചനം പറയുകയാണ്, യേശു എൻ്റെ കർത്താവാണ് എന്ന് നാം വാഗൊണ്ട് ഏറ്റുപറയണമെന്ന്. അതുകൊണ്ട് എൻ്റെ കഴിഞ്ഞ മെസ്സേജ് കണ്ട നിങ്ങൾ അത് ഏറ്റുപറഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി വീണ്ടും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം വചനം പറയുകയാണ്, വിശ്വസിക്കുക മാത്രമല്ല, യേശു കർത്താവാണെന്ന് വാഗൊണ്ട് ഏറ്റുപറയണമെന്ന്. ഹല്ലേലൂയ. രക്ഷ വ്യക്തിപരമാണ്. എൻ്റെ അപ്പനും അമ്മയും പള്ളിയിൽ പോകുന്നു, ഞാനും പോകുന്നു. അവരങ്ങനെ ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു എന്നല്ല. വചനം എന്തു പറയുന്നുവോ അത് ഞാൻ ചെയ്യും എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾ മാറി മറിയും. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ രക്ഷപ്പെടുക എന്ന് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദി, റെസ്പോൺസിബിൾ പേഴ്സണായി യേശു അപ്പ മാറുകയാണ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 5 അധ്യായം 12 വാക്യം. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. He who has the Son has life. He who does not have the Son of God does not have life. യേശു ഇല്ലാത്തവന്, യേശു ക്രിസ്തുവിൽ ആശ്രയമില്ലാത്തവന്, വിശ്വാസമില്ലാത്തവന് ജീവനില്ല എന്ന് വചനം പറയുന്നു. ജീവൻ എന്നാൽ ജീവിതത്തിന് ഒരു അർത്ഥം ഇല്ല എന്ന് പറയുന്നു. പരലോകത്തിൽ, അതായത് മരണാനന്തരം നമുക്കൊരു ജീവിതമുണ്ട്. ഈ ലോകത്തിലും നമുക്കൊരു ജീവിതമുണ്ട്. അതിനർത്ഥവും ജീവനും ഉണ്ടാകണമെങ്കിൽ യേശു ക്രിസ്തു ആയിരിക്കണം
നമ്മുടെ ജീവനും ആശ്രയവും. ഹല്ലേലൂയ. ദൈവം ഈ വചനങ്ങളിലൂടെയെല്ലാം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത് ഈ ലോകത്തിലെയും പരലോകത്തിലുമുള്ള ഒരു ജയകരമായ ജീവിതം. ഹല്ലേലൂയ. ഈ ജീവിതം ആർക്കൊക്കെ സ്വീകരിക്കാം? ഞാൻ പറയട്ടെ എൻ്റെ പ്രിയ സ്നേഹിതരെ, ഇതാർക്കും സ്വീകരിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അവിടെ ക്രിസ്ത്യാനികളെന്നോ ഒരു ജാതി മത വ്യത്യാസം പറയുന്നില്ല. സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം. ഹല്ലേലൂയ. അതാരാണ്? കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശു നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി മാറുമ്പോൾ നമുക്ക് മഹാസന്തോഷമുണ്ടാവും. ഹല്ലേലൂയ. അത് നാം ഓരോരുത്തരും അനുഭവിച്ചറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതൽ ആ നിത്യജീവന് അവകാശിയായി തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. മാത്രമല്ല, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നത്. പുത്രത്വത്തിൻ്റെ ആത്മാവിനെ. വീണ്ടും വചനം ആവർത്തിക്കുകയാണ്, യേശുവിനെ കർത്താവായി സ്വീകരിച്ച നാം ഭയപ്പെടേണ്ട എന്നും നാം ദൈവമക്കളായി പുത്രന്മാരും പുത്രിമാരുമായി തീർന്നിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? ദൈവത്തിൽ നമ്മുടെ പദവി എന്താണെന്ന് അറിയാതെ പോയാൽ നമ്മളെ പിശാച് അടിമയായി വയ്ക്കും. ദൈവം നമ്മെ മക്കളാക്കി വിളിച്ചിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 18-ാം വാക്യം, ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഗലാത്യർ 3-ാം അധ്യായം 26-ാം വാക്യം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. 1 യോഹന്നാൻ 3:1, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവം നമുക്ക് പിതാവും നാം ദൈവത്തിന് പുത്രന്മാരും പുത്രിമാരും. ഹല്ലേലൂയ. ഈ ഒരു ഉറപ്പിലേക്ക് നാം പ്രവേശിക്കണമെന്ന് ദൈവം നമ്മെ ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ യേശുക്രിസ്തുവിലുള്ള പദവി എന്താണെന്ന് അറിയാതെ പോയാൽ പിശാച് നമ്മെ മുതലെടുക്കും. നമ്മുടെ ക്രിസ്തുവേശുവിലുള്ള പദവി അറിയാതെ നാം ദൈവമുമ്പാകെ ചെല്ലുവാൻ പ്രാഗൽഭ്യമില്ലാത്തവരെ പോലെയായി എപ്പോഴും നിരാശയിൽ ജീവിക്കേണ്ടി വരും. മക്കൾ അപ്പനോട് കാര്യങ്ങൾ എങ്ങനെയാണ് പറയുക? എന്തൊരു ഉറപ്പിലും ധൈര്യത്തിലും അവകാശം തിരിച്ചറിഞ്ഞും ചോദിക്കുമല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഈ ഉറപ്പും പ്രത്യാശയും നമുക്കുണ്ടായാൽ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരില്ല. എവിടെ പോയാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കേണ്ട വരില്ല. വചനം പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യം, മറ്റൊരുവനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ
മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമവുമില്ല. അതുകൊണ്ട് ഈ യേശു കർത്താവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച നമുക്ക് നിരാശപ്പെടേണ്ട വരത്തില്ല. ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളില്ല, പ്രതിസന്ധികളില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ആ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമുക്കൊരപ്പ കൂടെയുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 5-6 വാക്യം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി കൊടുത്ത മനുഷ്യപുത്രനായ യേശു ക്രിസ്തു തന്നെ. ഹല്ലേലൂയ. There is one God and one mediator between God and man, the man Christ Jesus. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ക്രിസ്തുവേശുവിലായ നാം സന്തോഷിക്കൂ, ധൈര്യപ്പെടൂ. നമ്മുടെ പദവിയും അവകാശവും തിരിച്ചറിഞ്ഞ് ജീവിക്കൂ. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. നോക്കിക്കേ, നാം ജീവിക്കുന്നതും കഷ്ടപ്പെടുന്നതും നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണല്ലേ. അപ്പോൾ വചനം പറയുകയാണ്, നാം ഇത്രയ്ക്ക് നമ്മുടെ മക്കളെ കരുതുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്, എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്, എൻ്റെ അപ്പൻ എനിക്ക് നല്ലതേ തരൂ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്മ അനുഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് വിശ്വസിക്കൂ, ഈ വചനങ്ങളിൽ വിശ്രമിക്കൂ, ഈ വചനത്തിൽ ജീവിക്കൂ. നമ്മുടെ പദവി തിരിച്ചറിഞ്ഞ് ജീവിക്കൂ. ഒരിക്കലും നിരാശപ്പെടേണ്ട വരില്ല. സങ്കടപ്പെടേണ്ടെന്നേ. സ്വർഗത്തിലെ അപ്പ കൂടെയുള്ളപ്പോൾ എന്തിന് നിരാശപ്പെടണം? അതുകൊണ്ട് ദൈവത്തെ ദൈവമായി മാത്രം കാണാതെ നമ്മുടെ സ്വന്തം പിതാവായി കണ്ട് സ്നേഹിച്ചു തുടങ്ങൂ. അപ്പനോട് സംസാരിക്കുവാൻ, അപ്പൻ്റെ അടുത്ത് ചെല്ലുവാൻ നമുക്ക് കൂടെ ആരെയാ കൂട്ടുവേണ്ടിയത്? അപ്പൻ നമ്മെ കാത്തിരിക്കുകയാണ്. നമ്മെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടുവാൻ, നമ്മുടെ ശബ്ദം കേൾക്കുവാൻ. ഹല്ലേലൂയ. നമ്മുടെ ആവലാതികളും പരാതികളും പറയുന്ന കൂടെ പിതാവുമായി നിങ്ങൾക്ക് കിട്ടിയ നന്മകൾക്കെല്ലാം നന്ദി പറയുക. അങ്ങനെ ദൈവവുമായി ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്കായിത്തീരുമ്പോൾ നിങ്ങൾ പോലും വിസ്മയിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലാം. എങ്കിൽ നിങ്ങളിരിക്കുന്ന ഇടം ഒരു ദേവാലയമായി മാറും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. ആമേൻ.